സീറോ മലബാർ സഭാ സിനഡ് ചേരുന്നതിനിടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പള്ളികൾ പൂട്ടിച്ച് ഹാളുകളാക്കാൻ വിമതരുടെ ആസൂത്രിത നീക്കം. ഇതിന്റെ ആദ്യപടിയായി എറണാകുളത്തെ ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിലക്കി വിമത കൂരിയായുടെ നിർദ്ദേശം പുറത്തുവന്നു. ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളെ വെറും ഹാളുകളാക്കി മാറ്റുക എന്ന വിമത തന്ത്രമാണ് വിമത കൂരിയ മാർ പാംപ്ലാനിയുടെ ഒത്താശയോടെ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഉദയംപേരൂർ പള്ളിയിൽ കൂടി വിശുദ്ധ കുർബാന വിലക്കിയതോടെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അടക്കം 3 പള്ളികളാണ് വിശുദ്ധ കുർബാന ഇല്ലാതെ ഹാളുകളാക്കി വിമതർ മാറ്റിയത്. സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക കുർബാന അർപ്പിക്കാതെ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഈ മാസം 23-ാം തീയതിയാകുമ്പോൾ 1000 ദിവസമാകും. ചേർത്തലയിലെ നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളി അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. പള്ളിയിൽ സഭാ നിർദ്ദേശാനുസരണമുള്ള ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന ചേർത്തല മുൻസിഫ് കോടതി വിധിയെ തുടർന്നാണ് വിമതനായ ഫാദർ ജോയി പ്ലാക്കൽ 2024 മെയ് 30-ന് പള്ളി പൂട്ടിയത്. ഏകീകൃത കുർബാന അർപ്പിച്ചിരുന്ന ഉദയംപേരൂർ വിശുദ്ധ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് പള്ളിയിൽ പുറത്തുനിന്ന് എത്തിയ വിമതർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് 3 ആഴ്ചയിലേറെയായി താൽക്കാലികമായി കുർബാന നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നപരിഹാരം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന കൂരിയ ഇവിടെ അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും പ്രശ്നപരിഹാരമായില്ലെന്ന കാരണത്താലാണ് കുർബാന ഒഴികെയുള്ള കർമ്മങ്ങൾ നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം നൽകിയത്. ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന വിശദീകരണമാണ് കൂരിയ നൽകുന്നത്. വിമതനും അവസരവാദിയുമായ വികാരി ജനറൽ ഫാദർ ജോസ് പുതിയടത്തും ചാൻസലർ ഫാദർ ആന്റണി വാഴക്കാലയുമാണ് ഉദയംപേരൂർ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടന് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പള്ളി വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത വെറും കെട്ടിടമായി മാറ്റുന്നതിന് അനുവാദം നൽകിയിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംപ്ലാനിയാണെന്നത് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള വിഭാഗീയ ഗൂഢോദ്ദേശം വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പള്ളി വികാരിക്ക് സിഞ്ചല്ലൂസ് ഫാദർ ജോസ് പുതിയടത്ത് എഴുതിയ കത്ത് വിമത പ്രവർത്തനത്തിനുള്ള പ്രോത്സാഹനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കത്ത് ഇങ്ങനെ: ഉദയംപേരൂർ വിശുദ്ധ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ആ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രത്യേക അജപാലന സാഹചര്യം സാധാരണ ഗതിയിലാക്കുന്നതിനായി അതിരൂപതയിൽ നിന്നും നിയമിച്ച അനുരഞ്ജന സമിതി പരിശ്രമിച്ചു വരികയാണല്ലോ. ഇരു കൂട്ടരുമായും പലതവണ ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ഒരു ധാരണയിൽ എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് സാധ്യമാകുന്നതുവരെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. എങ്കിലും വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റു തിരുക്കർമ്മങ്ങൾ എല്ലാം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇരു കൂട്ടരും സമ്മതിച്ചിട്ടുള്ളതായിട്ടാണ് കമ്മിറ്റി നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ അതിരൂപത കച്ചേരിയെ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റു തിരുക്കർമ്മങ്ങൾ മാമോദീസ, മനസമ്മതം, വിവാഹം, മൃദുസംസ്കാരം ദേവാലയത്തിൽ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഒഴിവാക്കി വിശ്വാസ പരിശീലന ക്ലാസുകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഇതിനാൽ അറിയിക്കുന്നുവെന്ന് കത്തിൽ പറയുന്നു. ലയോ പാപ്പ നാളെ സമാധാന പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിമത കൂരിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന വിരോധാഭാസം കൂടിയുണ്ട്. ഈ നയം ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ പള്ളികളിലും വൈകാതെ വിമത പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടേ കാണുവാൻ കഴിയൂ. മേജർ ആർച്ച് ബിഷപ്പിന്റെ കത്തീഡ്രലായ സെന്റ് മേരീസ് ബസിലിക്കയിൽ വർഷങ്ങളായി വിശുദ്ധ കുർബാന അർപ്പിക്കാതെ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ ബസിലിക്ക പൂട്ടിയതിന്റെ 999-ാം ദിനത്തിൽ വിശ്വാസികൾ നാളെ ഓഗസ്റ്റ് 22-ന് വൈകുന്നേരം 4-ന് പ്രതിഷേധിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പുതിയ കത്ത്. ബസിലിക്കയിലും ചേർത്തല, നെടുമ്പ്രക്കാടും ഉദയംപേരൂരും ഏകീകൃത കുർബാനയില്ലാതെ പള്ളി അടപ്പിച്ച രീതിയിൽ ഏകീകൃത കുർബാന തുടരുന്ന എറണാകുളത്തെ മറ്റു പള്ളികൾക്ക് കൂടി താഴിടാനാണ് വിമതരുടെ കൊണ്ടുപിടിച്ച ശ്രമം. ഇതേ രീതിയിൽ വിവിധ രൂപതകളിലെ ഇടവകകളിലും പ്രശ്നങ്ങളുണ്ടാക്കി സഭാവിരുദ്ധ നിരോധിത ജനാഭിമുഖ കുർബാന നടത്തിയെടുക്കണമെന്ന എറണാകുളത്തെ വിമതരുടെ സമാന്തര സിനഡിന്റെ തീരുമാനത്തെ സീറോ മലബാർ സഭാ സിനഡ് അംഗീകരിക്കുമോ? വിമതരുടെ മേലധ്യക്ഷനായി സ്വയം ചമയുന്ന മാർ പാംപ്ലാനിയെ തിരുത്തി നിയന്ത്രിക്കാൻ സഭാ സിനഡിന് കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്നത് സഭാചരിത്രത്തിലെ വലിയ അന്തഛിദ്രമാകുമെന്ന നിരീക്ഷണം ശക്തമാണ്.